ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. അയ്യോ അതെവിടെ? തിരുവനന്തപുരം. മൃഗശാലയിൽ ജോലി ചെയ്യുന്ന തങ്കപ്പൻ പിള്ളയാണ് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത്. വൈകുന്നേരം ജോലി കഴിഞ്ഞ് മടങ്ങവേ സിംഹത്തിന്റെ കൂടടയ്ക്കാൻ മറന്നുപോയതിനാണ് തങ്കപ്പൻ പിള്ളയെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത്. പാവം, സിംഹത്തിന്റെ കൂടടയ്ക്കാൻ മറന്നുപോയെന്ന്. അല്ല, ഈ സിംഹത്തിനെയൊക്കെ ആര് വന്ന് പിടിച്ചോണ്ട് പോവാൻ? മാമോ, ആരടാ അത്? ഞാൻ ഇവിടെ വയറിങ്ങിന്റെ പണിക്ക് വന്ന മണിയെ. കേറി വാടാ മണിയാ, നിന്നെ ഞാൻ തിരക്കി ഇരിക്കായിരുന്നു. എടാ മണിയാ, നിനക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടാടാ? അതെന്ത് മാമ അങ്ങനെ പറഞ്ഞേ? എടാ, ഇവിടുത്തെ കോളിംഗ് ബെല്ല് കേൾക്കുന്നില്ല. അത് വന്നൊന്ന് ശരിയാക്കി തരാൻ പറഞ്ഞിട്ട് നീ ഇതുവരെങ്കിലും വന്നാടാ? മാമ ആ വർത്താനം എന്റെ അടുക്ക പറയല്ലേ മാമ. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ വന്നായിരുന്നല്ലേ. ഞാൻ വന്ന് താഴെ വന്ന കോളിംഗ് ബെല്ല് എത്ര തവണ അടിച്ചെന്നറിയാവോ? എന്നിട്ട് നിങ്ങൾ ആരും കഥ ഓർക്കണില്ല. അവസാനം കോളിംഗ് ബെല്ല് അടിച്ച് കൈ അടിച്ചപ്പോ ഞാൻ എന്റെ വീട്ടിൽ പോയില്ലേ. ഓ, അപ്പൊ ഇവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ വന്നിട്ടാ പോയത്. ഇവിടെ പണ്ട് സംസാരിക്കുന്ന ഒരു തത്ത ഉണ്ടായിരുന്നല്ലോ മാമ. അയ്യോ എന്റെ പൊന്നോ, അയ്യോ ആ തത്തയുടെ കാര്യം മാത്രം ഇവിടെ വിളമ്പല്ലേ. അതെന്തു മാമ, നമ്മക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഈ തത്ത. മണിയായിട്ട് സംസാരിക്കും. മാമന് സത്യത്തിൽ അതിനെ എവിടെ നിന്ന് കിട്ടിയ മാമ? എടാ, അത് ഞാനിങ്ങനെ സൈക്കിളും എടുത്തോണ്ട് ഇങ്ങനെ ജംഗ്ഷനിലോട്ട് പോയപ്പം ഏവനാ ഒരുത്ത സംസാരിപ്പിച്ച് ഇണക്കി വിട്ട ഈ തത്ത പറന്നു വന്ന് എന്റെ സൈക്കിളിൽ ഇടിച്ചു ബോധം കെട്ട് വീണു. ഞാനിത് പാവം അല്ലേന്നും പറഞ്ഞ് ഇങ്ങനെ എടുത്ത് അതിനെ വാവാവൊക്കെ വെച്ച് എടുത്തോണ്ട് പോയിട്ട് വെള്ളമൊക്കെ കൊടുത്ത് എഴിയുള്ള ഒരു കൂട്ടിനകത്തങ്ങിട്ട് ബോധം വീണപ്പോ ഈ തത്ത എണീറ്റിരുന്ന് പറയണു, എന്നെ ഇടിച്ചവൻ ചത്ത്, ഞാനിപ്പോ ജയിലിൽ പോയാ. എന്നിട്ട് എന്റെ മുഖത്ത് നോക്കി ചീത്തയും വിളിച്ചോണ്ട് പറന്നൊരൊറ്റ പോക്ക്. അയ്യേ, അത് എന്തൊരു തത്വമാ. അതുകൊണ്ട് സംസാരിക്കുന്ന ഒന്നിനെ ഞാൻ ഈ വീട്ടിൽ കയറ്റത്തില്ല. അതെന്തായാലും നന്നായി ഏട്ടാ. ഡാടാ, നിന്റെ കുടുംബമൊക്കെ ഇപ്പൊ എങ്ങനെ പോണു? എന്റെ മാമ കുടുംബമൊക്കെ ഒരുവിധം തട്ടിമുട്ടി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങ് പോണു. എത്ര മക്കളുണ്ട് എനക്ക്? എന്റെ മാമ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, 8 മക്കള്. പിന്നെ വേറൊരു കേസുണ്ട് മാമ. ഈ 8 മക്കളുള്ളതിന്റെ അഹങ്കാരം എന്റെ മാമനാണ് സത്യം. അവക്കും ഇല്ല എനിക്കും ഇല്ല ഏട്ടാ. പിന്നെ മാമൻ വേറൊരു കാര്യം ഇറങ്ങി ഒന്നാണ്. എന്താ മാമ ഇപ്പോഴും സത്യത്തിൽ എന്റെ നിഴലൂട്ടം കണ്ടാ മതി ഇവള് പേടിച്ച് കിടുകിടാ വിറച്ചോണ്ട് ഓടിക്കളയും മാമ. ഭയങ്കര പേടിയാണെന്നെ. നിനക്ക് എത്ര മക്കളെന്ന് പറഞ്ഞ? 8. ചുമ്മാതല്ല അവള് നിന്നെ കാണുമ്പോ കിടുകിടാ വിറച്ചോണ്ട് ഓടി. പഴയ കാര്യം പറഞ്ഞപ്പോഴാണ് മാമൻ പണ്ട് ഭയങ്കര സാഹസിക പ്രകടനമൊക്കെ നടത്തിയിട്ടില്ലേ മാമ? അത് 1912. എടാ അത് പിന്നെ ഞാനിങ്ങനെ 1500 അടി പൊക്കമുള്ള മലയുടെ മേളിൽ നിന്നൊക്കെ ഇങ്ങനെ പാരച്ചൂട്ടിൽ പറന്ന് വരുമായിരുന്നു. അതിങ്ങനെ പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്. ചരമോളത്തിൽ വരാതിരുന്ന ആരെ ഭാഗ്യം മാമ. പിന്നെ എനിക്ക് സംശയം വേറെ ഒന്നുമല്ല, ഈ മലയുടെ മണ്ടയിൽ ഈ പാരച്ചൂട്ടിൽ ചാടുമ്പോഴേ സംഭവം ഈ കൊട ഇത് എങ്ങനെ മാമ നിവർന്നു വരണത്? അതിങ്ങനെ നമ്മള് പാരച്ചൂട്ടിൽ ഇങ്ങനെ ചാടി പകുതിയാവുമ്പോ ചുമന്ന സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ചിൽ ഇങ്ങനെ ഞെക്കുമ്പോ പാരച്ചൂട്ട് ഇങ്ങനെ പടപടാ വിടരും. പിന്നെ നമ്മളിങ്ങനെ താഴേക്ക് പറന്നു വരും. അല്ല മാമ, ഈ ചുമന്ന സ്വിച്ച് ഞെക്കി കഷ്ടകാലത്തിനാണോ ഈ പാരച്ചൂട്ട് നിവർന്നില്ലെങ്കിലാ? അതിന്റെ അടുത്ത് പച്ച സ്വിച്ച് ഉണ്ട്. അതിൽ ഞെക്കി കഴിഞ്ഞാൽ അതിങ്ങനെ പാരച്ചൂട്ട് ഇങ്ങനെ വിടരും. നമ്മൾ താഴേക്ക് പറന്നിങ്ങനെ. എന്റെ മാമ ഈ 2 സ്വിച്ചിലും ഞെക്കി എന്നിട്ടും ഈ പാരച്ചൂട്ട് നിവർന്നില്ലെങ്കിലാ? എന്നാ അപ്പോഴെന്നെ കടയിൽ കൊണ്ട് കൊടുത്താൽ മതി, അവര് മാറ്റി. ഓ അത് ശരിയാണ്. എന്റെ അമ്മേണ തന്നെ